ബാറിന് മുന്നിൽ കാർ ഇട്ടിട്ട് എംഎൽഎക്ക് ബാറിൽ കയറാൻ പറ്റുമോ? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. അങ്ങനെ കയറുന്ന പല എം എൽ എ പണ്ട് എം എൽ എ കാറിൽ ബോർഡൊന്നും ഇല്ലായിരുന്നു. കാറുകൊണ്ട് നിർത്തിയിട്ട് പോയ ചില ആളെ കൊണ്ടത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബാറിന് മുന്നിൽ എംഎൽഎയുടെ ബോർഡ് വെച്ച കാർ ഇട്ടിട്ട് എംഎൽഎ ആ സ്ഥാപനത്തിൽ കയറിയാൽ അതിനർത്ഥം എംഎൽഎ മദ്യപിക്കാൻ പോയി എന്നായിരിക്കും. എം.എൽ.എ. ഒരു നക്ഷത്ര ഹോട്ടലാണ് പോകുന്നതെങ്കിൽ അത് മിക്കവാറും പലതും ബാറിനകത്തിട്ട് തന്നെ. അവിടെ മുഖ്യമന്ത്രിയുടെ കാർ കിടന്നാലോ അതേ സ്പോട്ടിൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് ഇന്നിപ്പം സോഷ്യൽ മീഡിയ വലിയ ഭയങ്കരമായിട്ട് പാറി നടക്കുകയാണ്. റാന്നി എംഎൽഎ പഴകുളം മധുവിന്റെ കാറ് റാന്നിയിലെ ഒരു ബാർ ഹോട്ടൽ, ബാർ ഹോട്ടലിന്റെ പേര് പറയുന്നില്ല, ആ ബാർ ഹോട്ടലിന്റെ മുന്നിൽ കിടക്കുന്നു. കറണ്ട് കട്ട് പോയ സമയത്ത് കാർ ചാർജ് ചെയ്താൽ പോകാതായിരിക്കുമെന്ന് കരുതി ഇവിടെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ ഈ സംഭവം പ്രചരിപ്പിക്കുകയാണ്, ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ വന്നപ്പോൾ എന്താണ്, ഒരു MLA-യുടെ ബോർഡ് വെച്ച കാറ്, ആ കാറ് ബാറിന്റെ കവാടത്തിൽ കിടക്കുന്നു, അല്ലെ അവരുടെ പാർക്കിംഗ് ഏരിയ കിടക്കുന്നു. MLA അതിന് എന്തിനു പോയി? അത് ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് അറിയാം. ഇത് റാന്നിയിലെ ഒരു ഏക ബാർ ഹോട്ടലാണ്. ഈ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി MLA-യും സംഘവും പോയതാണ്. അപ്പോൾ അത് ബാർ മാത്രമല്ല, ഇത് ഡൈനിങ് കൂടി ഉള്ള സ്ഥലമാണ്. നമുക്കറിയാം ബാർ ഹോട്ടലിൽ പ്രത്യേകം ഇതുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ ഒരിക്കലും മദ്യം വിളമ്പാറില്ല. ഇനി ബാറിൻ്റെ അവിടെയും ഇതുണ്ട്. പിന്നെ ഇന്നത്തെ കാലമാണ്, ഒരു MLA ബാറിൽ കയറി അവിടെ ചെന്നാൽ ആ MLA എടുക്കുന്ന റൂം മുതൽ MLA-യുടെ ബില്ല് വരെ അവിടെ ഉണ്ടാവും, അല്ലേ? CCTV ക്യാമറ ദൃശ്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബാറിനകത്ത് CCTV ക്യാമറകളുണ്ട്. ഇനിയും ബാറിന് ഇതിനുള്ളിൽ CCTV ക്യാമറ. ഇതിലൊക്കെ ഉപരി MLA ആണെങ്കിൽ എന്തായാലും മനുഷ്യനല്ലേ? അല്ല, മാത്രമല്ലെന്നേ, ഈ കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കാൻ വരുമ്പോൾ ഇവിടെ എത്ര ബാറുണ്ട്, അവർ ഇറങ്ങിയപ്പോൾ എത്ര ബാറുണ്ട്? ഈ നാട്ടിൽ ബാറില്ലാത്ത ഇനി ഹോട്ടലില്ല. മദ്യപിക്കാൻ വേണ്ടിയാണല്ലോ ഈ ബാർ ഉണ്ടാക്കി. അത്രേ ഉള്ളൂ. അവിടെ ഒരു MLA കയറി മദ്യപിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണ്. അതെ, മദ്യപിക്കുന്നെങ്കിൽ മദ്യപിക്കുക. അതെ, ഇതിന്റെ എല്ലാം പുറത്തെ ഒരു കാർ അവിടെ കിടക്കുന്നു എന്നും പറഞ്ഞ് ഉടനെ ഇത് എടുത്തിട്ടിട്ട് പഴകുളം മധു മദ്യപിക്കാൻ കയറിയതാണ് എന്ന് പറഞ്ഞ് റാന്നി MLA 2 അടിക്കാൻ കയറി. ഇതെന്താ, ഇത് വേറെ ഇവിടുത്തെ പഴയ റാന്നി MLA അടിക്കാത്ത ആളാണോ എന്ന് നമുക്കറിയില്ലല്ലോ. വേറെ ഒന്നും കിട്ടാനില്ലാത്തപ്പോൾ ഇതെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. കാരണം അവർക്ക് അത്രയ്ക്ക് കുരുവ് പൊട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നമ്മൾ പഴകുളം മധുവിനെ തന്നെ വിളിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. റാന്നിയിൽ കൊള്ളാവുന്ന ഒരു ഹോട്ടലാണ് ആ ബാർ ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡ് കിട്ടി, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അതിനാണ് ഇതെടുത്ത് വെച്ച് പ്രചരിപ്പിക്കുന്നത്. ഇവരിങ്ങനെ കുറേ നേരമായിട്ട് രാവിലെ തൊട്ട് ഇതിങ്ങനെ ഇട്ട് ഓരോരുത്തരും ഇട്ട് അലക്കുകയാണ്. റാന്നി MLA-യുടെ കാർ ബാറിന് മുന്നിൽ പാർക്ക് ചെയ്തിട്ട് റാന്നി 2 കറണ്ട് കട്ടുള്ള സമയം നോക്കി വിടാൻ പോയി. ഇന്നത്തെ കാലത്ത് കറണ്ട് കട്ടുണ്ടായാലും എന്താ, അതിനെല്ലാം ബദൽ സംവിധാനങ്ങളില്ലേ? ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഞാൻ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കോട്ടയത്തിന് പോകുന്ന വഴി കാറിൽ പോകുമ്പോൾ കിളിമാനൂർ നിലമേലാണോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ അങ്ങോട്ടും വലതുവശത്തുള്ള ഒരു ഹോട്ടൽ, ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവിടെ കയറി. ഇത് ബാറിനാരും നമ്മൾ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് നല്ല ഭക്ഷണമായിരുന്നു. അത് ഭക്ഷണം കഴിക്കാൻ തൊട്ടപ്പുറത്ത് CPI-യുടെ ഒരു MLA-യും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് 2 പേര് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, എഴുന്നേറ്റങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ഇത് വിശാഖ പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ MLA-യുടെ കാലിൽ MLA എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ മദ്യപിക്കാനല്ല വന്നു. അദ്ദേഹം ഉന്നയിച്ചിട്ട് അദ്ദേഹം ഇറങ്ങി അതിൻ്റെ വഴിക്ക് പോയി. എന്തായാലും MC റോഡിലുള്ള ഹോട്ടലല്ലേ അത്. എന്തായാലും അന്തംകമ്മിയെല്ലാം കൂടി ഇതിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക, റാന്നി MLA താറടിച്ച് കാണിക്കാനായിട്ട്. നമ്മൾ റാന്നി MLA-യുടെ വക്താക്കളൊന്നുമല്ല, പക്ഷേ അതിന് നല്ല ഉഗ്രം മറുപടി അവിടുത്തെ കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നവകേരള സദസ്സോ ഏതോ പരിപാടി, ഇയാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് ഈ ബാറിന്റെ മുമ്പിൽ ഇയാളുടെ ഔദ്യോഗിക വാഹനം കിടപ്പുണ്ട്. ഈ പഴകുളം മധു 2 അടിക്കാൻ കയറിയാണെങ്കിൽ പിണറായി വിജയനും 2 അടിക്കാൻ കയറിയതല്ലേ? മുഖ്യമന്ത്രി അവിടെ വന്ന് അടിച്ച ബാറാണ്. അവിടെ MLA ആ ഒരു റെക്കോർഡ് ഉള്ളത് കാരണം MLA അടിക്കാൻ കയറി എന്നാണ് ഇപ്പൊ പറയുന്നത്. പിണറായി നിലവിലെ പ്രതിപക്ഷ നേതാവിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ പോയാണ്. അതായത് ഇനിയിപ്പോ ബാറുകാർക്ക് പരസ്യം കൊടുക്കാം, മുഖ്യമന്ത്രിയും MLA-മാരും തേടിയെത്തുന്ന ഇടം ഇന്ന ബാർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്താ ഈ ഒരു സംഭവം വന്നതോടെ ഇവരാദ്യം മധുവിൻ്റെ വണ്ടിയുടെ ഇട്ട് പ്രചരിപ്പിച്ച് അതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആക്കിയ സമയത്ത് അയാളുടെ കറുത്ത കിയ അവിടെ കിടക്കുന്നു. ആ സംഭവം, ആ വണ്ടിയുടെ പടം എടുത്തിട്ടിട്ട് പഴകുളം മധു കിടന്ന അതേ സ്ഥലത്ത്, വണ്ടി കിടന്ന അതേ സ്ഥലത്ത്, പഴകുളം മധുവിൻ്റെ വണ്ടി അങ്ങോട്ട് തിരിച്ചാണ് കിടക്കുന്നെങ്കിൽ പിണറായിയുടെ വണ്ടി ഇങ്ങോട്ട് റോഡിന് അഭിമുഖമായിട്ട് കിടക്കുന്നു, ഗേറ്റിന് അഭിമുഖമായിട്ട് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യണം, ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു കാര്യം അന്വേഷിക്കണം. ആ ഹോട്ടലിൽ ഉച്ചയ്ക്ക് നെമ്മ്യം വറുത്തത് കിട്ടുമെന്ന് ചോദിച്ചു. അതുണ്ടാവും. അല്ലെങ്കിൽ പിണറായിയുടെ കാർ അവിടെ കിടക്കൂലല്ലോ. പിണറായി വിജയൻ പഴകുളം മധുവിനോട് പറഞ്ഞിട്ടുണ്ടാകും,
മധു നിങ്ങൾക്ക് അവിടെ നല്ല നെയ്മീൻ കിട്ടുന്ന ഹോട്ടലുണ്ട് ഇവര് തമ്മിൽ കണ്ടപ്പോഴേ. അതാണ് അപ്പൊ അന്ന് അപ്പം സഖാവ് എന്നാ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അദ്ദേഹം കയറി പോയതാകാനും സാധ്യത. സാധ്യത. പിണറായി കയറിയ ഹോട്ടലാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഉച്ചയ്ക്കാണെങ്കിൽ നെയ്മീനോടെ കാണും. നെയ്മീൻ നെയ്മീൻ സ്പെഷ്യൽ ഹോട്ടലായിരിക്കും. ഹോട്ടലിന് ഗംഭീര പരസ്യമുണ്ട് എന്തായാലും. എന്തായാലും ഒരു കാര്യം ഒന്ന് ആലോചിച്ചു, ഇവർ ഈ ഒരു നിലവാരത്തിൽ നിന്ന് ഇനിയും വളരില്ല. വളരില്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഈ ഒരു നിലവാരത്തിനപ്പുറത്തേക്ക് വളരില്ല. പടവലങ്ങയുടെ അവസ്ഥയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് കാലം മാറി, കോലം മാറി, ഈ നാടിന്റെ ആകെ സാമൂഹിക എല്ലാവരും കയ്യിൽ ഡിജിറ്റൽ തെളിവുകൾ എല്ലാവരും കയ്യിലിരിപ്പുണ്ട്. ഇവരിപ്പോഴും പഴയ ഒളിഞ്ഞു നോട്ടം, അതായത് അവിഹിത കഥകൾ, അവിഹിത ഗർഭ കേസുകൾ, നാറ്റ കേസുകൾ, പെണ്ണ് കേസുകൾ, ഇത് മൊത്തത്തിൽ വാണിജ്യ വ്യാപനമാക്കി. അല്ല, നമ്മളെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ടായിരിക്കും ഇവിടെ ഗർഭസത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സമര പ്രസ്ഥാനം. അത് ഇവരായിരുന്നു മൊത്തം. ഇവരായിരുന്നു അതിന്റെ ലോക്കൽ സഹാക്കന്മാരാണല്ലോ. സന്ദേശ സിനിമയിൽ ശങ്കരാടി പറയുന്നത് നാട്ടിൽ എവിടെയെങ്കിലും ഗർഭസത്യാഗ്രഹം ഉണ്ടായത് നമ്മളത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രസ്ഥാനം കഴിഞ്ഞാൽ ഗർഭസത്യാഗ്രഹം ഇപ്പൊ ഇല്ല നമ്മുടെ. അതെന്താന്ന് ചോദിച്ചാൽ ഇവരിലെ പല വീടിന്റെ മുമ്പിൽ പലരും ഗർഭസത്യാഗ്രഹം തുടങ്ങാറായി. ഈ ഗർഭസത്യാഗ്രഹം നടത്താൻ പോകുന്നവനൊക്കെ വേറെ വഴി കൂടെ ഗർഭം ഉണ്ടാക്കിയിട്ട് പോകുന്നവന്മാർ ഉറപ്പാണല്ലോ. അത് അത്തരം ടീമുകളാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവരെ കൊണ്ട് നമ്മൾ എന്താ ഇവരെ കുറിച്ച് നമുക്ക് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും അല്ല വിശാഖൻ, എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് ദിവസം വിഷമങ്ങളൊക്കെ വരണേ വൈകുന്നേരത്ത് വീട്ടിൽ ചെന്നിട്ട് ഇതെടുത്ത് നോക്കിയാൽ മതി. ഇവരുടെ സംഗതി നോക്കിയാൽ നമ്മൾ 7 ദിവസം ആലോചിച്ചിരിക്കും. നമ്മൾ ഇത് പണ്ടത്തെ കാലമല്ല. എന്താ പൊട്ടന്മാരെ ഏത് ലോകത്താണ് ജീവിക്കണം നമ്മൾ അറിയിച്ചു. പണ്ട് ഇതുപോലെ പോസ്റ്ററൊക്കെ എഴുതി പതിപ്പിക്കാം. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ സോഷ്യൽ മീഡിയ കാലമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഇട്ടാൽ ഉടനടി നിങ്ങളെ പൊളിച്ചു കിടത്തിക്കൊണ്ട് ആ സാധനം അപ്പൊ മറുപടി പറയും. ഇതാ ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു. പഴവളം മധുവിന്റെ പടം ഇട്ടവനൊക്കെ ഒന്നായിട്ട് പിൻവലിക്കേണ്ടി വരും. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അയാൾ അവിടെ ചെന്ന് കയറുന്ന പടങ്ങളുണ്ട്. തീർന്ന് ഈക്വൽ 1-1 ഈക്വൽ ആണ്. ഇപ്പോൾ പെനാൽറ്റി തുല്യ നിലയിൽ പിരിഞ്ഞു പോവുക.